الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ദുൽഖഅദ 20 ഒരു 10 ദിവസം കൂടി ആകുമ്പോഴേക്ക് ദുൽഹിജ്ജയായി. ലോകം ഹജ്ജിനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാ നാടുകളിൽ നിന്നും ഹാജിമാരെ യാത്ര അയച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ മഹല്ലിൽ നിന്നും പ്രതിനിധികളായി ഹജ്ജിന് പോകുന്നവരുണ്ട്. ലോകത്ത് അനവധി മതങ്ങളുണ്ട്. അതുപോലെ ഉപഗ്രൂപ്പുകളും ഓരോ മതത്തിനും. അവർക്കെല്ലാം സ്ഥാപനങ്ങളുമുണ്ട്. നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക, ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യർക്കും ഒരാദർശം, അവർക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ ഒരു കേന്ദ്രം. ഒന്ന് ഭാവനയിൽ കണ്ടു നോക്കുക, എന്ത് സുന്ദരമായിരിക്കും ആ അവസ്ഥ. അങ്ങനെ ഒരു സാഹചര്യം മനുഷ്യ ചരിത്രത്തിൽ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. ഖുർആൻ അതിന് സൂചന നൽകുന്നുണ്ട്. കാനന്നാസു ഉമ്മത്തൻ വാഹിദ, ജനങ്ങൾ മൊത്തം ഒറ്റ സമുദായമായ ഒരു സന്ദർഭം സൂറ ബഖറയിൽ നമുക്ക് കാണാം. ഇതേ കാര്യം തന്നെ സൂറ യൂനുസിൽ അല്ലാഹു പറയുന്നത്, വമാ കാനന്നാസു ഇല്ലാ ഉമ്മത്തൻ വാഹിദത്തൻ ഫഖ്തലഫു, ജനങ്ങളെല്ലാവരും ഒരൊറ്റ സമുദായം മാത്രമായിരുന്നു. അതിനുശേഷം പിന്നീട് ശിർക്ക് പരമായി അവർ ഭിന്നിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഇന്നന്നാസ കാനു ഉമ്മത്തൻ വാഹിദ, ജനങ്ങൾ ഒരൊറ്റ സമുദായമായിരുന്നു. അലൽ ഹഖ്, എല്ലാവരും സത്യത്തിലായിരുന്നു, തൗഹീദിലായിരുന്നു. വലം യഹ്ദുസു ശിർകു ഫിൽ അർളി ഇല്ലാ ഫീ സമനി നൂഹ്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്താണ് ശിർക്കിന്റെ പേരിലുള്ള ഭിന്നിപ്പ് തുടങ്ങിയത്. അതായത് കാന ബൈന ആദമ വ നൂഹിൻ അലൈഹിമസ്സലാം അശറത്ത് ഖുറൂൻ, നൂഹ് അലൈഹിസ്സലാമിന്റെയും ആദമിന്റെയും ഇടയിൽ 10 നൂറ്റാണ്ട്. ആ കാലയളവ് ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരേ ആദർശം അഥവാ തൗഹീദ്, അതുപോലെ തന്നെ പരിശുദ്ധ കഅബയുടെ ഇബ്രാഹിം അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രമാണ് ഖുർആനിന്റെ വെളിച്ചത്തിൽ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിലും തഫ്സീറുകളിലും അതുപോലെ സഹാബാക്കളുടെ ഉദ്ധരണികളിലുമെല്ലാം
വളരെ വ്യക്തമായി കഅബയുടെ പഴക്കം മനുഷ്യോൽപത്തി വരെ അതിനപ്പുറത്തേക്കും നീളുന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ, ഇന്ന അവ്വല ബൈത്തിൻ വുദിയ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ വീട് ലല്ലദീ ബിബക്ക, ആ പട്ടണത്തിലുള്ള വീടാണ്. ബക്ക എന്ന് പറഞ്ഞ അറബി വാക്കിന്റെ അർത്ഥം പട്ടണം എന്നാണ്. ബാലബക്ക് എന്നൊക്കെ കാണാം ചില പട്ടണങ്ങളുടെ പേര്. മക്കയുടെ പേരാണത്. മുബാറക്കൻ, അനുഗ്രഹീതമാണ്. വഹുദല്ലിൽ ആലമീൻ, ലോകർക്ക് മാർഗദർശനമാണ്. രണ്ട് പ്രയോഗങ്ങൾ ഇവിടെ. ഹുദല്ലിൽ ആലമീൻ എന്നാ പറഞ്ഞത്, ഹുദല്ലിൽ മുഅ്മിനീൻ എന്നല്ല. ഹുദല്ലിൽ ആലമീൻ, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും കേന്ദ്രമായ ഒരു കാലഘട്ടം. അതുപോലെ വുദിഅ ലിന്നാസിയാണ്, വുദിഅ ലിൽ മുസ്ലിമീൻ അല്ല. ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട വീടാണ്. അപ്പൊ എല്ലാ ജനങ്ങളും അതിനെ കേന്ദ്രമായി കണ്ടിരുന്ന ഒരു കാലം. ആദ്യത്തെ ഭവനം കഅബാലയത്തിന്റെ അവ്വലിയത്ത്, ഇന്ന അവ്വല ബൈത്തിൻ, അതിന്റെ അവ്വലിയത്തും അതിന്റെ ഇൻസാനിയത്തും അതിന്റെ ആലമിയത്തും, മൂന്ന് സംഗതിയാണ് ഈ ആയത്തിൽ പറയുന്നത്. ലോകം എമ്പാടുമുള്ളവർക്കുള്ളതാണ്. അതുപോലെ തന്നെ അത് ഇൻസാൻ, മനുഷ്യനുള്ളതാണ്. അല്ലാതെ പിന്നീട് മനുഷ്യൻ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഓരോ ഗ്രൂപ്പുകൾക്കും അവരവരുണ്ടാക്കിയ സ്ഥാപനങ്ങൾ പോലെയുള്ള ഒരു സ്ഥാപനമല്ല കഅബ. കഅബയാണ് മനുഷ്യർക്ക് ഒന്നാമതായി നിർമ്മിക്കപ്പെട്ടത്. തൗഹീദാണ് പഴയത്, ശിർക്ക് പുതിയതാണ്, പിന്നീട് വന്നതാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് പുതിയ ആരാധ്യന്മാരുണ്ടായി. 5 ആരാധ്യന്മാരെ പരിചയപ്പെടുത്തിയതും നമുക്ക് കൃത്യമായി അറിയുന്നതുമാണ്. ഓരോ ആരാധ്യന്മാർക്കും വദ്ദായട്ട സുവാകട്ടെ, ഓരോ ആരാധ്യന്മാർക്കും പുതിയ പുതിയ കേന്ദ്രങ്ങൾ ഉണ്ടായി. അങ്ങനെ ആളുകൾ പിന്നീട് ശിർക്കൻ മേഖലയിലൂടെ സഞ്ചരിച്ചപ്പോഴുണ്ടായതാണ് ഓരോ ഗ്രൂപ്പുകൾക്ക് ഓരോ ആരാധനാലയങ്ങൾ. മനുഷ്യന്റെ കേന്ദ്രം അല്ലാഹു തആല സ്ഥാപിച്ചത് ഭൂമി ലോകത്ത് കഅബയാണ് എന്ന് കൃത്യമായി റബ്ബ് തആല പറഞ്ഞതാണ് നമ്മൾ ഈ കാണുന്നത്. വൽയത്തവഫു ബിൽ ബൈത്തിൽ അതീഖ് എന്ന ഒരു പ്രയോഗം ഖുർആനിൽ കാണാം. അൽ ബൈത്തുൽ അതീഖ്, പുരാതന ഭവനം, ഏറ്റവും പഴയത്. അതിന്റെ പഴക്കത്തോളം മറ്റൊന്നിനും പഴക്കമില്ല. ആ മുഴുവൻ മനുഷ്യർക്കും നിർമ്മിക്കപ്പെട്ട ഭവനം ശിർക്കിൽ നിന്ന് ശുദ്ധീകരിക്കലോടുകൂടെ, അതല്ലെങ്കിൽ ആ ദൗത്യം റസൂലിന് ഏൽപ്പിക്കപ്പെടുന്നതോടുകൂടെ മഹാനായ റസൂൽ ജനങ്ങളുടെ മൊത്തം പ്രവാചകനാവുകയാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ നബിയല്ല. അതിനല്ല വന്നതും. റസൂലിനെ അല്ലാഹു പറഞ്ഞയച്ചത് ഭൂമി ലോകത്ത് മനുഷ്യർക്ക് സ്ഥാപിക്കപ്പെട്ട കഅബ കേന്ദ്രീകരിച്ച് ശിർക്ക് നടന്നപ്പോ അതിനെ തിരിച്ചു കൊണ്ടുവരാനാണ്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മനുഷ്യർക്കുമുള്ള പ്രവാചകനാണ്, റസൂലാണ് എന്ന ആശയം കൂടി നമുക്ക് കാണാവുന്നതാണ്. റസൂലിന് പറയാനുണ്ടായിരുന്നത് അതാണ്, ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീടിന്റെ ഉടമയെ ആളുകളെല്ലാവരും ആരാധിക്കട്ടെ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ശിർക്കിന്റെ കേന്ദ്രങ്ങൾ വന്നപ്പോ കഅബ അങ്ങ് മറന്നുപോയി. പിന്നെ മനുഷ്യന്മാര് കഅബയിലേക്ക് വരുന്നത് പരിപാടിയില്ല, അത് അവഗണിക്കപ്പെട്ടു. അപ്പൊ അള്ളാഹു തീരുമാനിച്ചു, എന്നാ പിന്നെ മുഴുവനും പോട്ടെ, എല്ലാവരെയും അങ്ങ് നശിപ്പിച്ചു. അങ്ങനെ കുറെ തലമുറകൾ പിന്നെയും കഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലം വന്നു. വഇദ് ബവ്വഅനാ ലി ഇബ്രാഹിമ മക്കാനൽ ബൈത്ത്, ഇബ്രാഹിം അലൈഹിസ്സലാമിന് നമ്മൾ സൗകര്യപ്പെടുത്തി കൊടുത്തു, നിശ്ചയിച്ചു കൊടുത്തു, നിർണയിച്ചു കൊടുത്തു. എന്ത്? മക്കാനൽ ബൈത്ത്, ആ ബൈത്തിന്റെ സ്ഥലം. ഒരു കാര്യത്തിന്റെ, ഒരു വസ്തുവിന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ അതുള്ള ഇടം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ കഅബയുള്ള സ്ഥലം അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന കാണിച്ചു കൊടുത്തു, നിർണയിച്ചു കൊടുത്തു. അവിടെ കഅബ ഉണ്ടാക്കാൻ, പുനർനിർമ്മിക്കാൻ.
എന്താണ് സന്ദേശം? അല്ലാ തുശ്രിക് ബി ശൈആ, ഒന്നിനെയും പങ്കു ചേർക്കരുത്. കാരണം തൗഹീദിന്റെ ഭവനമാണത്, ജനങ്ങൾക്ക് നിർമ്മിക്കപ്പെട്ടതാണത്. വൃത്തിയാക്കി വെക്കണം. സൂറ ഹജ്ജിൽ നമുക്ക് കാണാൻ കഴിയും പ്രാർത്ഥന അള്ളാഹുവിനോട്, നമസ്കാരം അള്ളാഹുവിന് അതിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഭവനമാണത്. മക്കാനുൽ ബൈത്ത് എന്ന് പറഞ്ഞ ആ പ്രയോഗം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം കഅബയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഫലസ്തീനിൽ നിന്ന് ഹാജറിനെയും ഇസ്മായിലിനെയും കൂട്ടി മാറി താമസിപ്പിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ഒരു മാറി താമസം നടക്കുകയാണെങ്കിൽ ഏതെങ്കിലും ജനവാസമുള്ള സ്ഥലത്ത്, അതും പോയി വരാൻ പറ്റുന്ന തൊട്ടടുത്തുള്ള സ്ഥലത്തല്ലേ താമസിപ്പിക്കേണ്ടത്. സാറയും ഇസ്ഹാഖും ഫലസ്തീനിലും ഹാജറയും ഇസ്മായിലും 1500 കിലോമീറ്റർ, അന്നൊരു വാഹന സൗകര്യം പോലും ഇല്ല. ഫലസ്തീനിൽ നിന്ന് 1500ഓളം കിലോമീറ്റർ ദൂരമുള്ള മക്കയിൽ ജനവാസമില്ല, അവിടെ ആൾ താമസമില്ല. അങ്ങനത്തെ ഒരിടത്ത് കൊണ്ടുവന്ന് താമസിക്കാൻ അല്ലാഹു തആല പറയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമാണ് കൂടെ വന്ന് വഴി കാണിച്ചു കൊടുക്കുന്നത്. ഇബ്രാഹിമിനെ കഅബയിലേക്ക് കൊണ്ടുവരാൻ ജിബ്രീൽ, റസൂലുള്ളാഹിയെ കഅബയിൽ നിന്ന് ഫലസ്തീനിലേക്ക് കൊണ്ടുപോകാൻ ജിബ്രീൽ, ബുറാഖുമായി വന്നില്ലേ. ഇതിലെല്ലാം ഒരു ആത്മീയ ബന്ധമുണ്ട്. കഅബ എന്ന് പറയുന്നത് നമ്മൾ വളരെ ബഹുമാനത്തോടുകൂടിയും അതിന്റെ ചരിത്രപരമായ യാഥാർത്ഥ്യത്തോടുകൂടിയും തൗഹീദുമായി കഅബക്കുള്ള ബന്ധത്തോടുകൂടിയുമെല്ലാം അതിനെ വിശകലനം ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജറിനെ താമസിപ്പിച്ചിട്ട് എന്താ പറഞ്ഞത്? റബ്ബന ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ. അതെ, ഭക്ഷണത്തിന് ഒരു വകുപ്പുമില്ല, കൃഷിയില്ല, ജനവാസത്തിന് സൗകര്യമില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്തിലെ നാഥ, ഞാൻ എൻ്റെ സന്താനത്തെ താമസിപ്പിച്ചിരിക്കുന്നു. ഇൻദ ബൈതിക്കൽ മുഹറം, അവിടെ നിന്റെ പരിശുദ്ധമായ ഭവനമുണ്ട്. ജിബ്രീൽ പറഞ്ഞു കൊടുക്കുക, എവിടെയാണ് കഅബ, എന്തിനാണ് അവിടെ താമസിപ്പിക്കുന്നത്? റബ്ബന ലിയുഖീമുസ്സലാഹ്, അവര് നമസ്കരിക്കണം. കഅബയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് നമസ്കാരം നടക്കണം, അതാണ് ലക്ഷ്യം. അതുകൊണ്ട് ജനങ്ങളിൽപ്പെട്ട ചിലരുടെയെങ്കിലും മനസ്സ് ഒന്നങ്ങോട്ട് ആകർഷിക്കണം. വല്ലാത്തൊരു പ്രാർത്ഥന ഇബ്രാഹിമിന്റെ പ്രാർത്ഥന. എല്ലാ ജനങ്ങൾക്കും വേണ്ടി നിർമ്മിക്കപ്പെട്ട കഅബ, ആ കഅബ ജനങ്ങൾ വേണ്ടെന്ന് വെച്ചു. അവർ ശിർക്കിന്റെ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി ഭൂമിയുടെ പലയിടങ്ങളിലും. ഇവിടെ വീണ്ടും അത് പുതുക്കിപ്പണിതപ്പോ മറഞ്ഞു നോക്കാൻ ആളില്ലാത്ത അവസ്ഥ വന്നു തൗഹീദിന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാ, കുറച്ചാണെങ്കിലും എനിക്ക് തരണേ നാഥ. ഫജ്അൽ അഫ്ഇദത്തൻ മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് ചിലരുടെയെങ്കിലും മനസ്സ് ഒന്നിങ്ങോട്ട് ചായ്വുള്ളതാക്കി തരണേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം കഅബയുടെ അടുത്ത് വെച്ച് പ്രാർത്ഥിക്കേണ്ടി വന്ന ഒരു രംഗം ശിർക്കിന്റെ ഭൂമി ലോകത്തുള്ള സ്വാധീനത്തെ നമ്മെ സൂചിപ്പിക്കുകയാണ്, പറഞ്ഞു തരികയാണ്. എന്താ കുറച്ചാളുടെ കാര്യം പറഞ്ഞത് ഇബ്രാഹിം അലൈഹിസ്സലാം? അതിന് തൊട്ട് മുമ്പുള്ള പ്രാർത്ഥനയിൽ കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? വജ്നുബ്നി വബനിയ അൻ അഅബുദൽ അസ്നാം, അല്ലാഹുവേ എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് കാത്തോളണേ നാഥ. റബ്ബി ഇന്നഹുന്ന അളുലൽന കസീറൻ മിനന്നാസ്, ഒരുപാട് ആളുകളെയും കൊണ്ട് അവര് പോയി വിഗ്രഹാരാധനയിലേക്ക്, ശിർക്കിലേക്ക്. കസീറുൻ മിനന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി, അന്നാസിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഭവനം, തൗഹീദിന്റെ ഭവനം, അതൊഴിവാക്കിയിട്ട് കസീറുൻ മിനന്നാസ് എങ്ങോട്ട് പോയി? ശിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക് പോയി. ഒരു കുറച്ചെങ്കിലും എനിക്കും വേണേ നാഥ എന്ന് അല്ലാഹുവിനോട് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്ന രംഗമാണ് നമ്മൾ അവിടെ കണ്ടത്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം കൂടെ വന്ന് കഅബയുടെ സ്ഥാനം കാണിച്ചു കൊടുത്തു. ഇബ്രാഹിം അലൈഹിസ്സലാം അത് പുതുക്കി പണിതു. കഅബ ഉണ്ടാക്കി കഴിഞ്ഞാൽ, മൊത്തം ജനങ്ങൾക്കുള്ള വീടുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെന്താ വേണ്ടത്? കിണർ വയ്ക്കണം, വെള്ളം വേണ്ടേ? അതും ജിബ്രീൽ അലൈഹിസ്സലാം തന്നെ കുഴിച്ചു കൊടുത്തു. ഒരു ചെറിയ കുടുംബത്തിന് കുടിക്കാനുള്ള വെള്ളമല്ല, മറിച്ച് അന്നാസ്, മുഴുവൻ ആളുകൾ കുടിച്ചാലും പറ്റാത്ത, എല്ലാവർക്കും കുടിക്കാനുള്ള വെള്ളമുള്ള കിണർ, അത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് തന്നെ അല്ലാഹു തആല പണി കഴിപ്പിച്ചു കൊടുത്തു. ഇബ്രാഹിം അലൈഹിസ്സലാം
വീണ്ടും ഭൂമി ലോകത്ത് തൗഹീദിന്റെ കേന്ദ്രം പുനഃസ്ഥാപിച്ചു, കഅബയുണ്ടായി. അങ്ങനെ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയും അതിലൂടെ വന്ന അറബികളും വളരെ ഭംഗിയായി തൗഹീദിന്റെ കേന്ദ്രമായി കഅബയെ പരിപാലിച്ച് അത് കൊണ്ട് നടന്നു. അവസാനം ഖുറൈശികളുടെ കയ്യിൽ ഭരണം കിട്ടുന്നതിന്റെ തൊട്ടു മുമ്പ് ആ കഅബയുടെ നേതൃത്വം നടത്തിയിരുന്നത് അംർ ഇബ്നു ലുഹൈ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, അവരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ, അന്നവർ ഔലിയ എന്ന് വിളിക്കുന്ന വ്യക്തി അതായിരുന്നു അംർ ഇബ്നു ലുഹൈ. ചില കറാമത്തുകളൊക്കെ അദ്ദേഹത്തിനുണ്ട് എന്ന് കറാമത്തിന്റെ കെട്ടുകഥകൾ അവർ പറയാറുണ്ട്. ആ അംർ ഇബ്നു ലുഹൈ പറയുന്ന വാക്കുകൾക്ക് മറുവാക്കില്ല, എല്ലാവരും അത് അംഗീകരിക്കും. ആ രൂപത്തിൽ അംർ ഇബ്നു ലുഹൈനെ മക്കയിലുള്ള ആളുകൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കാലത്ത് അദ്ദേഹം ഷാമിലേക്ക് ഒരു കച്ചവട യാത്ര നടത്തി. അങ്ങനെ ഷാമിൽ വെച്ച് അദ്ദേഹം ആദ്യമായി അമാലിയത്ത് വിഭാഗം ആരാധിക്കുന്ന വിഗ്രഹാരാധന നടത്തുന്ന ഇടം കാണുകയും മഴ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ആരാധിക്കാറുള്ള ഹുബിലി എന്ന് പറയുന്ന ഒരു വിഗ്രഹത്തെ പരിചയപ്പെടുകയും, എന്നാൽ അറബികൾ കൃഷിക്കും മറ്റുമായി ഏറ്റവും ആശ്രയിക്കുന്നത് മഴയായതുകൊണ്ട് അതൊക്കെ ഞങ്ങൾക്കും വേണമെന്ന മട്ടിൽ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ആദ്യമായി ഹുബല് കഅബയിൽ സ്ഥാപിക്കുകയും എന്നിട്ട് ജനങ്ങളെ കൊണ്ട് അത് അംഗീകരിപ്പിക്കാൻ വേണ്ടി ഇത് റബ്ബല്ല, മറിച്ച് ഇത് വസീല മാത്രമാണ്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ളതാണ്, അള്ളാഹുവോട് ശഫാഅത്ത് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് നമ്മുടെ റബ്ബ് അല്ലാഹ് തന്നെയാ, നിങ്ങൾക്ക് മഴ കിട്ടാൻ, നിങ്ങളുടെ ആവശ്യം നടക്കാൻ, നിങ്ങളുടെ കാര്യം ശഫാഅത്ത് ചെയ്യാൻ ഈ ഹുബിലിനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് ആദ്യമായി കഅബാലയത്തിലേക്ക് ശിർക്ക് കൊണ്ടുവന്നത് നമുക്കറിയാം അംർ ഇബ്നു ലുഹൈയാണ്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് റഅയ്തു അംർ ഇബ്നു ലുഹൈൽ ഖുസായി, അംർ ഇബ്നു ലുഹൈൽ ഖുസായിയെ ഞാൻ കണ്ടു, യജുറു ഖുസ്ബഹു ഫിന്നാർ, അവന്റെ കൊടലുകൾ നരകത്തിൽ കിടന്നിങ്ങനെ ചുറ്റുകയാണ്. വകാന അവ്വലു മൻ സയ്യബ സബായിബ്, ആദ്യമായി വിഗ്രഹാരാധന ഉണ്ടാക്കിയവനാണ്. വഗയ്യറ ദീന ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദീന് അത് മാറ്റിമറിച്ചവനാണ് അംർ. എന്താ അവന്റെ കറാമത്ത് എന്നറിയോ? ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിമിന്റെ കൂടെയുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ട് തൗഹീദുമായി. എന്നാൽ ശിർക്കിന്റെ കൂടെ ആരാ ഉള്ളത്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അവനല്ലേ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വിഗ്രഹങ്ങൾ ഉണ്ടാക്കിച്ചത്. തൂഫാനിലെല്ലാം ഒലിച്ചു പോയപ്പോ, അത് മൺമറഞ്ഞു പോയപ്പോ, അതിന്റെ മേലെ മണ്ണ് വന്ന് മൂടിയപ്പോ അത് രണ്ടാമത് അംർ ഇബ്നു ഖുസായിക്ക് കാണിച്ചു കൊടുത്തത് ശൈത്താനാ. ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. അപ്പൊ ഹുബിലിന്റെ കൂടെ ലാത്തയുടെ കൂടെ ഉസ്സയുടെ കൂടെ മക്കക്കാർ ആരാധിച്ചിരുന്നത് നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള ആ വദ്ദ്, സുവാഇ, യൗസ്, യൗഖ്, നസ്ർ പോലുള്ള വിഗ്രഹങ്ങൾ മണ്ണിനടിയിൽ നിന്ന് ചെങ്കടൽ തീരത്ത് വെച്ച് വീണ്ടെടുത്തിട്ട് അതൊക്കെ കൊണ്ടുവന്ന് കൊടുത്തത് ഈ അംർ ഇബ്നു ഖുസാ ആണ്. അപ്പൊ അദ്ദേഹത്തെ കൂടുതൽ അവർ ആദരിക്കാതിരിക്കില്ല. അദ്ദേഹം പറയുന്നു ഇതൊക്കെ വളരെ പഴക്കമുള്ള സംഗതിയാണ്, ഇവരൊക്കെ നമുക്ക് ശുപാർശ ചെയ്യുമെന്ന്. ആ രൂപത്തില് തൗഹീദ് ഒരു ഭാഗത്ത് നഷ്ടപ്പെടുത്തുകയും ശിർക്കിന് പിൻബലം നൽകുകയും ചെയ്യുന്ന ആളുകളും ലോകത്തുണ്ടായിട്ടുണ്ട്. തൗഹീദിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്ന പ്രവാചകന്മാരെയും അല്ലാഹു തആല ഭൂമി ലോകത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇത് രണ്ടും മനുഷ്യന്റെ പരീക്ഷണത്തിനുള്ളതാണ്. തൗഹീദിന്റെ പക്ഷം സ്വർഗത്തിലേക്ക് പോകും, ശിർക്കിന്റെ പക്ഷം നരകത്തിലേക്ക് പോകും. യഥാർത്ഥ തൗഹീദിന്റെ വക്താക്കളായി, തൗഹീദിന്റെ അടിയുറച്ചു നിൽക്കുന്നവരായി അല്ലാഹു നമ്മെ പരിവർത്തിപ്പിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ العظيم لي ولكم واستغفره عني وعنكم وعن جميع المسلمين والمؤمنين اجمعين فاستغفروه انه هو الغفور الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. أوصيكم عباد الله وإياي بتقوى الله. സഹോദരങ്ങളെ, സഹോദരിമാരെ,
അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയുടെ കെട്ടിടം പുതുക്കി പണിയുകയാണ് ചെയ്തത്. അന്ന് കഅബ കേന്ദ്രീകരിച്ച് അവിടെ ശിർക്കൊന്നുമില്ല. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കെട്ടിടം പുതുക്കി പണിയല്ല ചെയ്തത്. അത് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, അവിടെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മനസ്സിനകത്തുള്ള ശിർക്കിന്റെ വലിയ കോട്ടകൾ, അതാണ് ഏറ്റവും ശ്രമകരമായ പരിപാടി. ആ ദൗത്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഏൽപ്പിച്ചത്. മുസ്ലിംകൾ തിങ്ങിക്കൂടിയ ഒരു സ്ഥലത്ത് പോയി ഒരു സ്റ്റേജും കെട്ടി നമ്മൾ തൗഹീദ് പ്രസംഗിക്കുന്നത് പോലെയല്ല റസൂലുള്ളാഹിയുടെ പ്രബോധന പ്രവർത്തനം. തൗഹീദിന്റെ ഒരു ശബ്ദവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ശിർക്കിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭൂമിയിലെ ഒരു വലിയ ആരാധനാലയമായി പിന്നീട് മാറിയ ഒരു കേന്ദ്രത്തിൽ വെച്ച് ഒറ്റയാൻ പ്രവർത്തനത്തിലൂടെ വീണ്ടും ആ തൗഹീദ് തിരിച്ചു കൊണ്ടുവന്ന റസൂലിന്റെ പ്രവർത്തനത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? എത്ര ഗൗരവത്തിൽ നമ്മൾ അത് ഉൾക്കൊള്ളണം? എന്താ അവിടെ നടന്നത്? അവിടെ ഹജ്ജുണ്ട്, തൗഹീദും ശിർക്കും കലർന്ന ഹജ്ജുണ്ട്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് പറഞ്ഞതിന് ശേഷം ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക അന്നത്തെ തൽബിയത്ത സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹി പിന്നാലെ നടക്കും. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് പറയുമ്പോൾ മതി അവിടെ നിർത്തിക്കോ എന്ന് റസൂലുള്ളാഹി പറയും. കാരണം അല്ലാഹുവിന് ഉത്തരം ചെയ്യുന്നു നമ്മുടെ തൽബിയത്ത് തന്നെ. പക്ഷെ പിന്നീട് അവർക്ക് പറയാനുള്ളത് ഇല്ലാ ശരീകൻ, നിനക്ക് പങ്കുകാരുണ്ട്. ഒരു പങ്കുകാരനും ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം പറയാ ചില പങ്കുകാർ നിനക്കുണ്ട്. എന്താണ് ആ പങ്കുകാരുടെ അവസ്ഥ? തംലികുഹു വമാ മലക്, ആ പങ്കുകാരൻ നിന്റെ അധീനത്തിലാണ് നാഥ. ആ പങ്കുകാരന്റെ അധീനത്തിൽ വല്ലതുണ്ടെങ്കിൽ അതൊക്കെ നിന്റെ അധീനത്തിലാണ്. നീ കഴിവ് കൊടുക്കാതെ, നിന്റെ നിയന്ത്രണത്തിലല്ലാതെ ഈ ലാത്തക്കോ ഉസ്സക്കോ ഹുബലിനോ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന തൽബിയത്ത് കൊണ്ട് ഹജ്ജിനെ, അതുപോലെ തൗഹീദിന്റെ കേന്ദ്രത്തെ അവർ മലിനമാക്കി. രണ്ടാമതോ അവര് ചെയ്തത് വിഗ്രഹങ്ങൾക്ക് വഴിപാടുകൾ നേർന്നു. നമ്മൾ ഉളഹിയത്ത് അറുക്കുന്നു, ബലി നടത്തുന്നു. ആ ബലി വിഗ്രഹങ്ങൾക്ക് നടത്തുന്ന പരിപാടി ഉണ്ടാക്കി. അതുപോലെ വിഗ്രഹങ്ങളെ കൊണ്ട് അവർ ഭാഗ്യപരീക്ഷണം നടത്തി. എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും ഭാഗ്യപരീക്ഷണം. വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള ശിർക്കൻ ആചാരങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോ മറുഭാഗത്ത് ബിദ്അത്തുകളും നടത്തി, ആരാധനയിൽ പലതും നടത്തിക്കൂട്ടി. തവാഫ് ചെയ്യുമ്പോൾ നഗ്നരായിട്ടാണ് തവാഫ് ചെയ്യേണ്ടത് എന്ന ആശയം അവര് പ്രചരിപ്പിച്ചു. പാപം ചെയ്യുമ്പോൾ ഉടുക്കുന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല, നഗ്നരായി തവാഫ് ചെയ്യണം എന്ന ആശയം അവര് പ്രകടിപ്പിച്ചു. എന്നിട്ട് അവര് കൊടുക്കുന്ന വസ്ത്രം ഉടുക്കുകയും അവർക്ക് വസ്ത്രം കൊടുക്കാനില്ലെങ്കിൽ നഗ്നരായി തവാഫ് ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ കഅബയിലുണ്ടായി. ഈ ഒരു പ്രവണതയാണ് ഫത്ഹ് മക്കയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർമാർജനം ചെയ്തത്. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞത് വഖുൽ പറയണം, ജാഅൽ ഹഖ്, യാഥാർത്ഥ്യം വന്നു, സത്യം പുലർന്നു, വസഹഖൽ ബാത്തിൽ, ബാത്തിൽ തകർന്നു, ഇന്നൽ ബാത്തില കാന സഹൂഖ, ബാത്തിൽ തകരാനുള്ളത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടത് നടന്നു. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹിയോട് ഇത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് പ്രാർത്ഥനാ രൂപത്തിൽ റസൂലുള്ളാഹിയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞത് അഖ്രിജ്നി മുഖ്റജ സിദ്ഖ് അല്ലേ. അതുപോലെ പിന്നെ ഏറ്റവും നല്ല പുറപ്പെടൽ, അതുപോലെ ഏറ്റവും നല്ല പാലായനം,
അതായിരിക്കണം എന്റേത് എന്ന് റസൂലുള്ളാഹിയെ കൊണ്ട് അല്ലാഹു പറയിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. റസൂല് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നത് ജീവിത വിഷയത്തിനല്ല, ഭൗതിക കാര്യത്തിനല്ല, മറിച്ച് ശിർക്കിനെതിരെയുള്ള പോരാട്ടത്തിന് വേണ്ടിയായിരുന്നു. വീണ്ടും മക്കയിലേക്ക് തിരിച്ചു വന്നത് ജന്മനാട് പിടിച്ചെടുത്തിട്ട് അവിടെ അങ്ങ് താമസിച്ച് കളയാനല്ല. മക്കം ഫത്ഹിന് ശേഷം റസൂൽ അങ്ങ് മദീനത്തേക്ക് തന്നെ പോയിട്ടുണ്ട്. പിന്നെന്തിന് വന്നതാ? തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ മക്കം ഫത്ഹായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ ദൗത്യം എന്ന് കൃത്യമായി ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മക്കം ഫത്ഹ് കഴിഞ്ഞതിന് ശേഷം ഭൂമി ലോകത്ത് കൂടുതൽ താമസിക്കാൻ റസൂലിനെ അല്ലാഹു വിട്ടുകൊടുത്തിട്ടില്ല, തിരിച്ചു വിളിച്ചിട്ടുണ്ട്. സൂറത്തുൻ നസ്റിലൂടെ നമ്മൾ അതാണ് മനസ്സിലാക്കുന്നത്. അവസാനം ആ കഅബ കേന്ദ്രീകരിച്ച് നടക്കേണ്ട ഈ ഉമ്മത്തിന്റെ ഐക്യം, ആ ഐക്യം ഉണ്ടാകുന്നത് രണ്ട് ഇബാദത്തിലൂടെയാണ്. ഒന്ന് ഹജ്ജാണ്, മറ്റൊന്ന് നമസ്കാരമാണ്. ലോകത്തിന്റെ ഏതാ ഭാഗത്ത് വെച്ചും മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്നു. അതാണ് കഅബയിൽ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഏറ്റവും വലിയ ഐക്യം. അവരെവിടെയാണോ നിൽക്കുന്നത് യാതൊരു വിയോജിപ്പുമില്ലാതെ തോളോട് തോൾ ചേർന്ന് നിന്നോളണം, കാല് കാലോടടുപ്പിച്ചോളണം, മനസ്സ് മനസ്സോടടുക്കണം, ഭിന്നിപ്പില്ലാതെ ഒറ്റക്കെട്ടായി ഒരു കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞോളണം. അത് കഅബ മുഖേന ഭൂമി ലോകത്ത് നടക്കുന്ന ഐക്യമാണ്. രണ്ടാമത്തെ ഐക്യം, ഭൂമി ലോകത്തുള്ള എല്ലാ പ്രദേശത്ത് വെച്ചും ആളുകൾ ഒന്നിച്ച് യാത്ര അയച്ച് എല്ലാവരുടെയും പ്രതിനിധികൾ വർഷത്തിലൊരിക്കൽ അവിടെ ഒരുമിച്ച് കൂടിയിട്ട് ഈ ആലമിന് വേണ്ടി, ഈ ഭൂമി ലോകത്തിന് വേണ്ടി ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം, എല്ലാവരുടെയും സമാധാനം കാംക്ഷിക്കണം. ഈ രൂപത്തില് ഭൂമിയിൽ അല്ലാഹു നടത്തുന്ന ഈ ഇബാദത്ത് ഹജ്ജ് ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരുക്കങ്ങൾ നമ്മൾ മനസ്സുകൊണ്ട് ഹാജിമാരുടെ കൂടെ, പ്രാർത്ഥന കൊണ്ട് ഹാജിമാരുടെ കൂടെ ഈ വർഷത്തെ ഹജ്ജും വളരെ ഭംഗിയായി നടക്കാൻ നിരന്തരമായി പ്രാർത്ഥിക്കുക. ഹാജിമാരെ യാത്ര അയക്കുക. മനസ്സെപ്പോഴും കഅബയുമായി ബന്ധപ്പെട്ട് അല്ലാഹു നൽകിയ സന്ദേശമാകുന്ന തൗഹീദ്, ആ തൗഹീദിൽ കേന്ദ്രീകരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഭൂമി ലോകത്ത് തൗഹീദിന്റെ വാക്താക്കളായി ജീവിച്ച് അതിനു വേണ്ടി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. തൗഹീദിന് വേണ്ടി ഞങ്ങളുടെ സംസാരവും പ്രവർത്തനങ്ങളും സമ്പത്തും ചെലവഴിക്കാൻ മാനസികാവസ്ഥ നന്നാക്കി തരണേ റഹ്മാനെ. അതിന്റെ വാക്താക്കളാക്കണേ അല്ലാഹ്. അവരെ നീ ആദരിക്കുന്ന കൂട്ടത്തിന് സ്വർഗം തന്നുകൊണ്ട് ഞങ്ങളെയും ആദരിക്കണേ റഹ്മാനെ. അതിന് തടസ്സമാകുന്ന അപാകതകളെല്ലാം തിരിച്ചറിഞ്ഞ് തിരുത്താൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. രോഗികളുണ്ട്, ശമനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് വേദന അനുഭവിക്കുന്നവരുണ്ട് റബ്ബേ, ശമനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ശമനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.